ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇരു രാജ്യങ്ങളിൽ നാശങ്ങൾ വരുത്തി. ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകി. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. തിരിച്ചും അതിശക്തമായ മറുപടി തന്നെ ഇറാനും ഇസ്രായേലിന് നൽകി. ഇസ്രായേലിന് ഇറാൻ നൽകിയ വമ്പൻ തിരിച്ചടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ സുപ്രധാന മിലിറ്ററി സയൻറ്റിഫിക് ഹബ്ബ് തകർന്നു. IDFുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സ്ഥാപനമാണ് ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത്. ജൂൺ 13-നാണ് ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. മറുപടിയായി ജൂൺ 15-ന് ഇറാൻ സൈന്യം ഇസ്രായേലിലെ പ്രശസ്തമായ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ തകർന്നടിഞ്ഞ് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ടെൽ-അവീവിൻ്റെ തെക്ക് ഭാഗത്തായി റെഹോവോട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. IDFിൻ്റെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണിത്. ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായ ശേഷം സ്ഥാപനത്തിനുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം IDF പുറത്തുവിട്ടിരുന്നില്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷകാലത്ത് ഇസ്രായേലിൽ മാധ്യമങ്ങൾക്ക് കനത്ത സെൻസർഷിപ്പാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതിനാൽ സ്ഥാപനത്തിനുണ്ടായ നാശത്തിൻ്റെ കൃത്യമായ വിവരം പുറത്തുവിട്ടിരുന്നില്ല. കനത്ത നാശമാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണം സ്ഥാപനത്തിൽ ഏൽപ്പിച്ചത്. ഏതാണ്ട് $500 ബില്യൺ നാശനഷ്ടമാണ് സ്ഥാപനത്തിനുണ്ടായത്. സിവിലിയൻ റിസർച്ച് യൂണിറ്റാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യവുമായി സ്ഥാപനത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. 12 ദിവസം നീണ്ട സംഘർഷം അവസാനിപ്പിച്ചാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിലെത്തിയത്. ഇസ്രായേൽ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. പിന്നാലെ ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ഇതോടെ സംഘർഷം അതിസങ്കീർണമായ തലത്തിലേക്ക് ഉയർന്നു. US ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ US സൈനിക താവളത്തിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. പിന്നാലെ വെടിനിർത്തൽ നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയും ചെയ്തു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ മറിയാനോ ഗ്രോസിയെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് ഗ്രോസിയെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്ന് അറിയിച്ചത്. ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അനുവദിക്കില്ലെന്നും അരാങ്ചി വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേലും US നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.